ആധുനിക യുഗത്തിൽ പിറന്നു വീഴുന്ന പുതുതലമുറയിലെ കുട്ടികളുടെ ജീവിത രീതി അവരെ ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റിന്റെ ലോകത്തിൽ വളരുന്ന ഇവർ ഫോണിന് മുന്നിൽ ജീവിതം അങ്ങനെ ഇല്ലാതാക്കുകയാണ്. ഓടിച്ചാടി ഉല്ലസിച്ച് നടക്കേണ്ട പ്രായത്തിൽ തന്നെ ഇവരിൽ മടി ഒരു വലിയ പ്രശ്നമായി നിലകൊള്ളുകയാണ്. ക്രമം തെറ്റിയ ആഹാര രീതിയും ഫാസ്റ്റ് ഫുഡ് ജീവിതം ഒട്ടും കായിക അഭ്യാസത്തിൽ ഏർപ്പെടാത്ത കുട്ടികളിൽ അമിതവണ്ണം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുമാണ്. ഇന്നത്തെ കുട്ടികളിൽ കൂടുതൽ പേരും അമിതവണ്ണത്തിൽ വിഷമിക്കുന്നവരാണ്. അമിതവണ്ണമുള്ള കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ കൂടാൻ സാധ്യത ഉണ്ട് എന്നാണ് പഠനം പറയുന്നത്. കണക്ക് പ്രകാരം ഏകദേശം 3-നും 17-നും ഇടയിലുള്ള 8 ലക്ഷം കുട്ടികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് സാധാരണ ഭാരമുള്ള കുട്ടികളെക്കാൾ ഉയർന്ന ഭാരമുള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കണ്ടത്. ചെറിയ പ്രായത്തിൽ ഉണ്ടായ ഹൈപ്പർ ടെൻഷൻ പിന്നീട് പ്രായമാകുന്നതോടെ കൂടുക തന്നെ ചെയ്യും. ഹൈപ്പർ ടെൻഷൻ പിന്നീട് ഹൃദയത്തിനും അതിലെ രക്തക്കുഴലിന് തകരാറുണ്ടാക്കുകയും ഇത് അവയവ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യും. ചെറുപ്പത്തിൽ തന്നെ ശ്രമിച്ചാൽ ഹൈപ്പർ ടെൻഷൻ മറികടക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളിൽ ചെറിയ തോതിൽ തന്നെ ഭാരം കൂടുതലായി കണ്ടാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തണമെന്നാണ് ഗവേഷകർ പറയുന്നത്. ജാവ നെറ്റ്വർക്ക് ഓപ്പൺ എന്ന ജേണലിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. 5 വർഷത്തെ പഠന ഫലമായിട്ടാണ് ഈ ഒരു നിഗമനത്തിൽ എത്തിയത്. 8 ലക്ഷത്തിന് മേൽ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ ശരാശരിയിൽ കൂടുതൽ ഭാരമുള്ള കുട്ടികളിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത 26% കൂടുതലായി ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. കുട്ടിയുടെ ശരീരത്തിന്റെ ബോഡി മാസ് ഇൻഡെക്സ് യൂണിറ്റ് 1 കൂടുമ്പോൾ ഹൈപ്പർ ടെൻഷൻ 4% ഉയരും. ഇത് കുട്ടിയുടെ വളർച്ച കണക്കെടുത്ത് നോക്കുകയും ചെയ്താൽ കൂടുകയേ ചെയ്യുകയുള്ളൂ. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പഠനം നടത്തിയപ്പോൾ അതിൽ ഹൈപ്പർ ടെൻഷൻ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്കാണ് എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഭാരത്തെക്കുറിച്ചും മാതാപിതാക്കൾക്ക് പൂർണ്ണ ബോധം ഉണ്ടായിരിക്കണം. പീഡിയാട്രീഷ്യനെ കാണുകയും കൃത്യമായ ആഹാര രീതിയും വ്യായാമവും പിന്തുടരുക തന്നെ വേണമെന്നാണ് മുഖ്യ ഗവേഷകൻ കൊഴിന കൊപ്നിക് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. അമിതവണ്ണം മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം. അമിതവണ്ണം മൂലം പാൻക്രിയാസിനും ക്ഷീണം സംഭവിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റാതെയും വരും. പാൻക്രിയാസിൽ കൊഴുപ്പടിഞ്ഞും അതിന്റെ പ്രവർത്തനം കുറയ്ക്കും. ഒബേസിറ്റി കൊണ്ടുള്ള മറ്റൊരു ബുദ്ധിമുട്ട് സന്ധികളെ ബാധിക്കുന്ന വേദനകളും മറ്റും രോഗങ്ങളുമാണ്. സന്ധികളിലെ ലിഗമെന്റ്സിന് ക്ഷീണം വരുമ്പോൾ അസ്ഥികൾ കൂട്ടിയുരുമ്പി നീര് വരിക, നടക്കാൻ പ്രയാസം വരിക എന്നിവയും ഉണ്ടാകും. തുടർന്ന് തേയ്മാനം, അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ചില മാനസിക പ്രശ്നങ്ങൾ കൂടി ഇടയാക്കും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അപ്പിയറൻസ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം അമിതവണ്ണത്തിന്റെ അനന്തരഫലം കൂടിയാണ്. അസുഖങ്ങൾ മൂലമുള്ള മാനസിക സമ്മർദ്ദവും ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്മാർട്ടായി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെയും വരും. ചെറിയ പ്രായത്തിൽ ഒബേസിറ്റി വരുന്നവർക്ക് വന്ധ്യതയ്ക്കും സാധ്യതയേറുമെന്നാണ് പഠനം പറയുന്നത്. കൂടുതൽ സ്ത്രീകളിലാണ് വന്ധ്യത കൂടുതലാവുക. അമിതവണ്ണത്തിന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭക്ഷണ രീതി നിയന്ത്രിക്കലും വ്യായാമശീലം വർദ്ധിപ്പിക്കലും അമിതവണ്ണം നിയന്ത്രിക്കാൻ സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വിശപ്പ് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ഇന്ന് മാർക്കറ്റിലും ലഭ്യമാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിച്ചാൽ ഒബേസിറ്റി നിയന്ത്രിക്കാനുമാകും. അങ്ങനെ അമിതവണ്ണത്തെ മറ്റ് അസുഖങ്ങളെയും ഹെർണിയ പ്രായത്തിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും.